ഞാൻ 11 മുതൽ 1 മണി വരെ റോഡിലേക്ക് നോക്കിയിരുന്നു. ഓരോ റിക്ഷ വണ്ടി വരുമ്പോഴും ഞാൻ ഉത്കണ്ഠയോടെ നോക്കും, പക്ഷേ കണ്ടില്ല. 4 മണിക്ക് ശേഷം പലകുറി ഞാൻ ദേവിയുടെ വീടിനടുത്തുകൂടി പോയി. ആ ഇടവഴിയിലേക്ക് കടന്ന് വീട്ടിൽ ചെല്ലാൻ ഒരു വല്ലായ്മ. ദേവിയുടെ അമ്മ, അച്ഛൻ, മറ്റു സഹോദരന്മാർ എന്തു വിചാരിക്കും? മുമ്പൊക്കെയാണെങ്കിൽ കേസിൻ്റെ വീട്ടിൽ ചെല്ലുന്നു എന്നുള്ള കാരണമുണ്ടായിരുന്നു. ഞാൻ 5:30 മണിക്ക് ചെന്നു. ദേവിയെ കണ്ടു. എന്നെ കണ്ട് ഉടനെ ഇറങ്ങി വന്നു. കണ്ണെഴുതിയിരിക്കുന്നു. പുതിയ ഒരു സ്വർണ്ണമാല, പുതിയ ഒരു വള. ഞാൻ വുമൺ എന്ന പുസ്തകം തിരികെ കൊടുത്തു. ഞാൻ ആകെ വിഷമിക്കുന്നു. രാത്രി എനിക്ക് ഉറക്കമില്ല. നമ്മളിങ്ങനെ നശിച്ചാൽ മതിയോ? ബഷീറിന് വേറെ കാമുകിമാരില്ലേ? എനിക്ക് വളരെ ചെറുപ്പക്കാരികളെ പരിചയമുണ്ട്. വളരെ കാമുകികളുണ്ടെന്ന് പറയുന്നത് എനിക്കൊരു അന്തസ്സാണ്. എന്നാൽ ദേവി മാത്രമേയുള്ളൂ. ഇന്നലെ രാത്രി മുഴുവനും കുട്ടികൃഷ്ണ മേനോൻ്റെ മരുമകൾ ബഷീറിനെ പറ്റി സംസാരിച്ചു. ഷീ ഈസ് മാഡ് ആഫ്റ്റർ യു. അവർ എപ്പോൾ പോയി? ഇന്ന് കാലത്തെ. നോക്ക്, ഈ വള അദ്ദേഹം തന്നതാണ്. ഞാൻ വാങ്ങിച്ചു നോക്കി. ഇതിനൊരു മിസ്റ്റിക് അപ്പിയറൻസ് ഉണ്ട്. ഞാൻ തിരികെ കൊടുത്തു. പുതിയ മുറിയിലേക്ക് ഞാൻ മാറുകയാണ്. നാളെ മാറും. ഞാൻ മറ്റന്നാൾ മുറിയിൽ വരാം. തുലിക ചിത്രം ഞാൻ വായിച്ചു. വക്കം അബ്ദുൽ ഖാദർ എഴുതിയിരിക്കുന്ന ബഷീറിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എഴുതാം. ഞാൻ റെക്കോർഡുകളെല്ലാം 10 മണിക്ക് സൗമിനിയെ ഏൽപ്പിച്ചു. സൗമിനി പറഞ്ഞില്ല. സൗമിനിക്ക് നമ്മുടെ കാര്യം അറിയാം. ആ എ സാഡ് സ്വീറ്റ് പോയം എന്നുള്ള റെക്കോർഡും വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെപ്പറ്റി എഴുതിയതാണെന്ന്. അത്രയേ ഉള്ളൂ. എങ്കിലും ദേവി KS താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് പോയി. അവിടെ കെട്ടിടം നന്നാക്കുന്നവരുണ്ടായിരുന്നു. പുതിയ താമസക്കാരും. കുറേ കഴിഞ്ഞ് ദേവി വന്നു. നാളെ 7 മണിക്ക് ഞാൻ പഠിക്കൽ കാണും. ക്ഷേത്രത്തിൽ പോകുകയില്ല. ഇന്നോ? നാളെ. ദേവി നടന്നു. ടുമോറോ വിൽ ബി യുവർ ഹാപ്പിയസ്റ്റ്. വനിതാ മന്ദിര വാർഷികാഘോഷം. 2 വിദ്യാർത്ഥികൾ ടിക്കറ്റ് വിൽക്കാൻ വന്നു. ഞാൻ ഒരു ടിക്കറ്റ് വാങ്ങി. 4 മണിക്ക് സാവിത്രിയെ വഴിക്ക് വെച്ച് കണ്ടു. ഞാൻ വരുമെന്നറിയില്ലേ ബഷീറേ? എന്തിനാ ടിക്കറ്റ് വാങ്ങിയത്? സാവിത്രിയുടെ കയ്യിൽ നിന്നും ഒന്ന് വാങ്ങിച്ചു. ടിക്കറ്റിന് പണം കൊടുത്തു. അറിഞ്ഞുകൊണ്ട് സാവിത്രി എന്നെ തൊട്ടു. സാവിത്രി തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന വിവരം കേട്ടിരുന്നു. ഭർത്താവിനെ കിട്ടാൻ. ഞാനൊന്നും ചോദിച്ചില്ല. നാളെ 7 മണിക്ക് ഞാൻ പഠിക്കൽ കാണും. ഏറ്റവും സന്തോഷവും സംതൃപ്തിയുമുള്ള ദിവസമായിരിക്കും നാളെ. 10:02:46. ദേവി എന്നെ ചുംബിച്ചു, ചുണ്ടിലും കണ്ണുകളിലും. സന്ധ്യ കഴിഞ്ഞിരുന്നു. ഞാൻ ഭഗവത്ഗീതയുമായി ചെല്ലുമ്പോൾ കൂടെ അനുജനുണ്ടായിരുന്നു. ദേവി പഠിക്കൽ എന്നെ കാത്തിരിക്കുന്നു. അനുജനകത്തേക്ക് പോയി. ദേവി വന്നു. ഞാൻ പുസ്തകം കൊടുത്തു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നാൽ എന്നെ ദുഃഖിപ്പിക്കുമോ? എൻ്റെ കയ്യിൽ ഒരെഴുത്ത് തന്നു. ഞാനത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് പറഞ്ഞു, ദേവി എന്തിനങ്ങനെ വിചാരിക്കുന്നു? ഞാൻ ദുഃഖിപ്പിക്കുമോ? നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് 2 കൂട്ടർക്കും വളരെ കുറഞ്ഞ കുറ്റങ്ങളുണ്ട്. നാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. എഴുത്തിൽ ഞാൻ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. അതിപ്പോൾ തരേണ്ടെന്നുണ്ട്. ഞാൻ ചുണ്ടുകൾ ചുംബിച്ചു. കിസ്മി. ദേവി എന്നെ ചുംബിച്ചു, ചുണ്ടിലും കണ്ണിലും. ഞാൻ നടന്നു. പിറകെ അനുജൻ വിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോന്നു. അനുജൻ ബസാറിലേക്ക് പോയി. ഞാൻ വന്ന് ഇത്രയും എഴുതി. എൻ്റെ കണ്ണുകൾക്കും എൻ്റെ ചുണ്ടിനും വല്ലാത്ത കുളിർമ. എൻ്റെ പ്രേമഭാചനം എന്നെ ചുംബിച്ചിരിക്കുന്നു. എഴുത്ത് വായിക്കാൻ എനിക്ക് ഉത്കണ്ഠ ഉണ്ടായില്ല. ഞാൻ സാവധാനം എഴുത്ത് പൊളിച്ചു വായിച്ചു. ഞാൻ കൊടുത്ത റോസ് നിറത്തിലുള്ള ലെറ്റർ പേപ്പറിലാണ് ദേവിയുടെ ഹൃദയം. ഈ എഴുത്തിനാൽ അങ്ങ് ഹാപ്പിയസ്റ്റ് ആകുമോ? അങ്ങ് സുഖമായി ഉറങ്ങൂ. തങ്കത്തിൻ്റെ ഹൃദയം എപ്പോഴും അവിടുത്തെ അടുത്താണ്, താമസിയാതെ ശരീരവും. എൻ്റെ മാത്രമായ ബഷീർ. അങ്ങനെ യഥാർത്ഥമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അങ്ങേക്കൊരു കാമുകി ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നാൽ അങ്ങ് പശ്ചാത്തപിക്കുകയില്ലെന്ന് ഉറപ്പു തരുന്ന പക്ഷം, അങ്ങ് ഒരു കാലത്തും എന്നെ ഉപേക്ഷിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത പക്ഷം, ഇതാ ഞാൻ എൻ്റെ ദുർബലമായ ശരീരത്തെയും സമ്പൂർണ്ണമായ ഹൃദയത്തെയും അവിടേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ ദേഹവും അവിടുത്തെ എല്ലാം അവിടുന്ന് തന്നെ എൻ്റെ മാത്രമായി എനിക്ക് വേണം. ഞാൻ സർവ്വവിധ ത്യാഗത്തിനും സന്നദ്ധയാണ്. എല്ലാം. അച്ഛൻ, അമ്മ, വീട് ഒന്നും വേണ്ട. അവിടുന്ന് മതി എനിക്ക്. വളരെ വളരെ ആലോചിച്ച ശേഷമുള്ള തീരുമാനമാണിത്. അവിടുന്ന് ഇനിയും കഷ്ടപ്പെടരുത്, ദുഃഖിക്കരുത്. ഭൂതകാലം വേണ്ടുവോളം അങ്ങേ അലട്ടിക്കഴിഞ്ഞു. നാഥാ, ഇനി അവിടുന്ന് വിഷമിക്കരുത്. അവിടുത്തെ ജീവിത ദുഃഖത്തെ ലഘൂകരിക്കാൻ ഇവളെ അവിടുന്ന് അനുവദിക്കുമോ? അങ്ങ് എൻ്റെ മാത്രമാകുമോ? അവിടുത്തെ പുസ്തകങ്ങളുടെ കോപ്പിറൈറ്റ് വിൽക്കണ്ട. അവിടേക്ക് അത് വിൽക്കാതെ തന്നെ ജീവിക്കാൻ സാധിക്കും. അങ്ങ് പണത്തിന് ബുദ്ധിമുട്ടുകയില്ല. ദരിദ്രനായ ബഷീറിനെ തങ്കം കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അങ്ങൊരു ധനവാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ കാമുകിയാകുമായിരുന്നില്ല. അവിടുത്തെ വൈരൂപ്യത്തെയാണ് അവിടുത്തെ സൗന്ദര്യത്തേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം. അതിനാൽ അത് രണ്ടിനെ പറ്റിയും ഇനി ശബ്ദിക്കരുത്. എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വഭാവം, എൻ്റെ കുറവുകൾ, എൻ്റെ ജീവിത രീതി എല്ലാം അങ്ങേക്കറിയാം. ഭാവിയിൽ തെറ്റിദ്ധാരണയ്ക്കിട വരുമോ? ഏകാന്ത ജീവിതം ഉപേക്ഷിക്കുന്നതിൽ വൈമനസ്യമുണ്ടോ? ചുറ്റുപാടുകൾ എപ്പോഴും മാറ്റുന്ന കൂട്ടത്തിൽ എന്നെയും മാറ്റണമെന്ന് തോന്നുമോ?
ഞാൻ വളരെ സംശയം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് താമസിക്കുന്നത്. അതിനാൽ എന്നെ കൂടെ കൂടെ കാണുവാനോ സംസാരിക്കുവാനോ ശ്രമിക്കരുത്. അത് വലിയ വലിയ വിഷമങ്ങൾക്കിടയാക്കും. എന്നെ വിശ്വസിക്കൂ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടെ മാത്രമാണ്. എൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഞാൻ ജോലിയിൽ പ്രവേശിച്ച ശേഷം നമുക്ക് പരസ്യമായി വിവാഹം കഴിക്കാം. അതിനുശേഷമേ എന്നെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ആദർശങ്ങളെ വിട്ടുകളയാൻ എന്നോട് ആവശ്യപ്പെടരുത്. നാം തമ്മിലുള്ള ബന്ധം അതുവരെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുക. വല്ലതും പുറത്തു വന്നാൽ അതിൻ്റെ ഭയങ്കരമായ ഭവിഷ്യത്തുകൾക്ക് അങ്ങ് മാത്രം ഉത്തരവാദിയാകും. ഒരു കാര്യം കൂടി, ഇത് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങയുടെ അമ്മ ഒരു ഹിന്ദുവായ എന്നെ വെറുക്കുമോ? ഞാൻ മതം മാറില്ല. എൻ്റെ വീട്ടുകാർക്ക് അച്ഛൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. എങ്കിലും തീരെ വെറുക്കുകയില്ല. എന്നെ വെറുക്കുവാൻ സാധ്യമല്ല. അങ്ങയുടേതോ? പിന്നെ അങ്ങയ്ക്ക് എവിടെ താമസിക്കാനാണ് കൂടുതൽ ഇഷ്ടം? അങ്ങ് എക്കാലവും എൻ്റെ കൂടെ താമസിക്കുകയില്ലേ? ഞാൻ വളരെ പേടിയുള്ളവളാണ്, വളരെ ദുശ്ശീലക്കാരിയാണ്. ക്ഷമിക്കണം. കോഴിക്കോട്ടും മറ്റും എനിക്ക് ജോലി കിട്ടും. പക്ഷേ 65 കായിൽ കൂടുതൽ ശമ്പളം കിട്ടുകയില്ല. ഊണ് കഴിക്കാനുള്ള അരി പക്ഷേ വെറുതെ കിട്ടിയേക്കാം. ചിലവിന് മതിയാകുമോ? ഞാൻ ഏറ്റവും ചുരുങ്ങി ജീവിക്കാൻ ശ്രമിക്കാം. സാരി മേടിക്കാതെയും മദിരാശിയിൽ 120 കായോളം കിട്ടിയേക്കാം. ട്രിച്ചിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കോളേജിലാണ്, പക്ഷേ ശമ്പളം 60 കായായിരിക്കും. വടക്കേ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ശ്രമിക്കാൻ ആളുണ്ട്. നല്ല ശമ്പളവും ഉടനടി കയറ്റവും കിട്ടിയേക്കും. അങ്ങ് എവിടെയാണ് ഇഷ്ടപ്പെടുന്നത്? ദേവിക്ക് ഇഷ്ടമുള്ളിടത്ത് എന്ന് മറുപടി എഴുതരുത്. അവിടെ എന്ന് വ്യക്തമാക്കൂ. ഇവിടെ മാത്രം എനിക്ക് സാധ്യമല്ല. അതല്ല, അങ്ങേക്ക് വേറെ വല്ലയിടത്തും ആണ് ഇഷ്ടമെങ്കിൽ ജോലി വാങ്ങിത്തരിക. ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ പേര് പക്ഷേ പരസ്യമാക്കുന്ന കാര്യത്തിൽ വളരെ വളരെ സൂക്ഷിക്കണം. പരസ്യമാക്കരുത്. ജോലിയില്ലാതെ ജീവിക്കാൻ തൽക്കാലം സാധ്യമല്ല. മോതിരവും ടവലും ഉടനെ തരാം. വിരുന്നുകാർ കാരണം സമയം കിട്ടായകയാണ്. മറുപടി നല്ല പോലെ ആലോചിച്ചെഴുതണം. പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ജീവിതകാല സഖിയായി ഞാൻ മതി. അങ്ങേക്കെന്ന് അങ്ങ് പരിപൂർണമായി വിശ്വസിക്കുന്നെങ്കിൽ നാദാ, ഇതാ അങ്ങയുടെ കാൽക്കൽ സ്നേഹമൂർത്തിയായ തങ്കം. ഒന്നുകിൽ ചവിട്ടിക്കളയുക, അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് ആശ്ലേഷിക്കുക. എൻ്റെ ഈ പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പ്രവൃത്തിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിച്ചു പോയി. ഒരു മുസ്ലിമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ഇനി അത് തിരിച്ചെടുക്കാൻ ഞാൻ അശക്തയാണ്. ഒരിക്കൽ കൂടി എന്നെ അധികം വന്ന് കാണരുത്. പ്രത്യേകിച്ച് സന്ധ്യയ്ക്ക് എന്നോട് സംസാരിക്കരുത്. എഴുത്തയക്കുക, അതും ആഴ്ചയിലൊരിക്കൽ. എന്നെ വിശ്വസിക്കൂ, ഞാൻ അങ്ങയുടെ മാത്രമാണ്. ഈ എഴുത്ത് എന്നോട് ഇതുവരെ വല്ല പരിഭവമുണ്ടെങ്കിൽ അത് തീർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരിക്കലും എനിക്ക് മടക്കി തരികയും ചെയ്യരുത് എന്ന് അങ്ങയെ മാത്രം സ്നേഹിക്കുന്ന അങ്ങയുടെ മാത്രമായ ജീവകാല സഖി, സരസ്വതി ദേവി. ബഷീർ, എൻ്റെ ബഷീർ, എന്നെ സ്നേഹിക്കണേ. ദേവിയുടെ എഴുത്ത് വായിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് വല്ലാത്ത ആലസ്യം തോന്നി. ഉണ്ടില്ല, ഉറങ്ങി. 11:46. ഇന്ന് 9:30 ഉണർന്നു. ഒരു സ്വപ്നത്തിൻ്റെ ഓർമ്മയോടെ. സ്വപ്നങ്ങൾ വല്ല അർത്ഥവുമുണ്ടോ? കുളി മുതലായവ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുന്നതിനും സൗകര്യപ്പെടുമെങ്കിൽ ദേവിയെ കാണുന്നതിനുമായി ദേവിയുടെ ഭാഗത്തേക്ക് നടന്നു. ഭാഗ്യം, ഇടവഴിയിലൂടെ അടുത്ത് ദേവി കോളേജിലേക്ക് പോകാൻ വണ്ടിയിൽ കയറാൻ ഭാവിക്കുന്നു. അടുത്ത് അനുജനും. ഞാൻ അടുത്ത് ചെന്നു. ദേവിയെ നോക്കി മന്ദഹസിച്ചു. അനുജനെയും വിളിച്ച് ഹോട്ടലിലേക്ക് നടന്നു. അപ്പോൾ ദേവി പറഞ്ഞു, ചീത്ത കഥകൾ വന്ന് വാങ്ങിക്കണേ സന്ധ്യയ്ക്ക്. അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞ് ഞാനും അനുജനും ഒരുമിച്ച് നടന്നു. ദേവി വിളിച്ചു പറഞ്ഞു, നല്ല കഥകൾ. ദേവിക്ക് മറുപടി എഴുതി. ദേവി, എൻ്റെ നാഥേ, നിന്റെ മധുര സുരഭിലമായ ഇളം ചുവപ്പാർന്ന ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെയും എൻ്റെ കണ്ണുകളെയും അനുഗ്രഹിച്ച ആ നിമിഷം അതുപോലുള്ള കോടാനുകോടി നിമിഷങ്ങളിലേക്കുള്ള ധീരമായ ആരംഭമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭാവിയെപ്പറ്റി നമുക്കൊന്നറിഞ്ഞുകൂടാ. ദേവിയുടെ ഈ എഴുത്തിൽ എൻ്റെ ദേവി പലതും എഴുതിയിട്ടുണ്ട്. എഴുത്തുകൾ അതത് നിമിഷങ്ങളിലെ മാനസിക ഭാവത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. മാനസിക ഭാവത്തിന് മാറ്റമുണ്ട്. പ്രേമം, സംശയം, വെറുപ്പ്, ഭയം, കോപം, അവജ്ഞ, ദുഃഖം, പ്രേമം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രേമം പ്രചോദിതമായ പ്രതിജ്ഞകൾ ചിലപ്പോൾ ലംഘിക്കുന്നു, ചിലപ്പോൾ പാലിക്കുന്നു. രണ്ടിനും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ രണ്ടിനും അർത്ഥമില്ല. മനുഷ്യജീവിതം പലതും സംഭവിക്കാം. നമ്മുടെ ലക്ഷ്യം, അതിൽ നാം എത്തിച്ചേരുന്നതിനിടയ്ക്ക് പലതും സംഭവിക്കാം. എന്നെക്കൊണ്ട് ഈ പ്രതിജ്ഞ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ദേവി എന്നോട് ഇങ്ങനെ ചോദിച്ചോ? എന്തോ ചോദിച്ചില്ലെങ്കിലും അതിനും ഞാൻ സമാധാനം തരുന്നു. എൻ്റെ ജീവിത സഖി, നീ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഈ ഭാരം വഹിക്കുവാൻ എൻ്റെ തങ്കം, നീ ഒരു പ്രതിജ്ഞയും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കൂ. എൻ്റെ ദേവി സ്വതന്ത്രയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നു. എൻ്റെ നാഥയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എവിടെയും പോകാം. പക്ഷേ എനിക്ക് നിന്നെ വേണം. ഞാൻ എഴുതിയല്ലോ, നിൻ്റെ വായിലെ ഉമിനീർ എനിക്ക് തേൻ പോലെയാണെന്ന്. ഇന്ന് ഞാൻ എഴുതുന്നു, നിൻ്റെ ശരീരത്തിലെ വിയർപ്പ് എനിക്ക് സുഗന്ധമാണ്. നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അത്രയധികം നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ എനിക്ക് അത്രയധികം ഹൃദ്യയാണ്. പക്ഷേ എൻ്റെ ദേവി സ്വതന്ത്രയാണ്, സർവ്വസ്വതന്ത്ര. ഇത് വിസ്മരിക്കരുത്. എന്നാൽ ഒന്ന് ധരിക്കണം, എനിക്ക് വേറെ കാമുകയില്ല. ആകെ കൂടിയുള്ളത് എൻ്റെ സരസ്വതി ദേവി നീ മാത്രമാണ്. തങ്കം, നീ എൻ്റെ ജീവനാണ്, എൻ്റെ ആത്മാവിൻ്റെ സഖി.
നിന്റെ മധുരസുലഭമായ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെയും എൻ്റെ കണ്ണുകളെയും അനുഗ്രഹിച്ച ആ പാവന മുഹൂർത്തത്തിൻ്റെ ഓർമ്മയോടെ എൻ്റെ ദേവിക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് നിന്റെ മാത്രമായ ബഷീർ. ഈശ്വരി, സമാധാനമായിരിക്കൂ, ഇരുന്ന് നീറരുത്, ധീരത കൈവരിക്കൂ, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി സാവധാനത്തിൽ തരാം. സമാധാനമായിരിക്കും അതെ, നിന്റെ ബഷീർ. ഈ എഴുത്തുമായി ഞാൻ 5 മണിക്ക് ദേവിയുടെ വീട്ടിൽ ചെന്നു. റെക്കോർഡുകൾ വാങ്ങിക്കാനെന്ന ഭാവത്തിൽ സൗമിനിയെ കണ്ടു. അനുജനെയും സൗമിനി റെക്കോർഡുകൾ പെട്ടിയിൽ താങ്ങിയെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു. അനുജൻ വാങ്ങി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ദേവിയൊന്ന് കാണണമെന്ന് പറഞ്ഞു. ദേവി വന്നു. അനുജൻ വിടാതെ കൂടി. അനുജന് വല്ലാത്ത സംശയം. ദേവിയും ഞാനും കുറേ സംസാരിച്ചു. ദേവി ചീത്തകഥകൾ കൊണ്ടുവന്നു. അതിൽ പുസ്തകത്തെ പറ്റിയുള്ള ദേവിയുടെ അഭിപ്രായവും ഉണ്ടായിരുന്നു. ഞങ്ങൾ KS താമസിച്ചിരുന്ന കെട്ടിടത്തിൽ കയറി ഇരുന്നു. കൂടെ അനുജനും. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ സൗമിനി വാതിൽക്ക് വന്നു. താങ്ക്സ് പറഞ്ഞു റെക്കോർഡുകൾക്ക്. ഞാൻ ചോദിച്ചു, പാട്ടുകൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സൗമിനി പോയി. ഞങ്ങളിരുന്നു സംസാരം. എഴുത്ത് എൻ്റെ പക്കലുണ്ടെന്ന സൂത്രത്തിൽ ഞാൻ ദേവിയെ അറിയിച്ചു. അനുജനെ എങ്ങനെയെങ്കിലും അകറ്റാൻ ദേവി പണിപ്പെട്ടു. അനുജൻ പോയില്ല. ദേവി പറഞ്ഞു, കാർത്തേനയുടെ കാര്യം. അവർക്ക് എന്നോട് 1 മണിക്കൂർ കൂടി സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എഴുതിയ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അനർഘ നിമിഷം ചോദിച്ചു. ദേവിക്ക് കൊടുത്തത്. ദേവി ബോംബെ മലയാളി കൊടുത്തു. ഞാൻ ദേവിക്ക് അനുജൻ വശം കൊടുത്തയച്ചത്. ഞാൻ സാവിത്രിയെ പറ്റി പറഞ്ഞു. സാവിത്രിയെ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നുണ്ട്, അതേപ്പറ്റി ചോദിക്കാം. ഇല്ല, ഞാൻ ബഷീറിനെ പറ്റി ആ കുട്ടിയോട് ഒന്നും പറയുകയില്ല. ഞങ്ങൾ വളരെ നേരം ഓരോന്നെല്ലാം സംസാരിച്ചു. 5 കഥകളുടെ കവറിൽ ദേവി ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മനുഷ്യൻ നഗ്നനായി ജനിക്കുന്നു, നഗ്നനായി മരിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ നഗ്നനായി ജീവിക്കുന്നില്ല. നഗ്നത മറയ്ക്കലാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം. മൃഗമാണ് മനുഷ്യൻ്റെ പിതാമഹനെന്ന് ഡാർവിൻ പറഞ്ഞു. സംസ്കാരമാകുന്ന പാതയിലൂടെ വീണ്ടും അവൻ മൃഗമായി തീരുകയാണോ? അതൊരു പുതിയ കണ്ടുപിടുത്തമായിരിക്കും. മൃഗം, മനുഷ്യൻ, മൃഗം. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പലതും ബീഭത്സങ്ങളും ജുഗുപ്സാവഹങ്ങളും വിചിത്രങ്ങളും വികലങ്ങളുമായിരിക്കും. അവയെ അവയുടെ നഗ്നരൂപത്തിൽ അവ യാഥാർത്ഥ്യങ്ങൾ തന്നെ അതേപടി പ്രകർത്തുക എന്നതാണോ സാഹിത്യകാരന്മാരുടെ കടമ? എന്നാൽ ആ സാഹിത്യകാരനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? കലയിലൂടെ, കലാകാരൻ്റെ ഭാവനയിലൂടെ ഈ നഗ്ന യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു പരിവർത്തനവും വരുന്നില്ലെങ്കിൽ ആ കലയാണോ? കലാകാരനാണോ? എല്ലാം ഒരേപോലെ പ്രതിബിംബിക്കുന്ന കണ്ണാടിയാണോ സാഹിത്യം? നിഴലുകളും തണലുകളും മറക്കപ്പെടേണ്ട ഒന്നും ഇല്ലാത്ത മരുഭൂമിയാണോ അത്? അതോ സുന്ദരമായ പൂന്തോട്ടങ്ങളാൽ ആകർഷണീയമായ പൂങ്കാവനമോ? മനുഷ്യൻ ഇത്രമാത്രം അധപതിച്ചു പോയി എന്നോ? ഈ അധപതനം പുരോഗമനത്തിൻ്റെ പേരിൽ ഈ ലോകം നശിക്കാറായി. ഞാൻ വായിച്ചു തീർന്നപ്പോൾ ദേവി എന്നോട് ചോദിച്ചു, എന്ത് പറയുന്നു? എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, നന്നായിരിക്കുന്നു. ഓ, അത്രയേ ഉള്ളൂ. ഞാൻ വസ്ത്രങ്ങളുടെ കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ ഇതുവരെയുള്ള സദാചാരബോധം അഭയം പ്രാപിച്ചിരിക്കുന്നത് വസ്ത്രത്തിലാണ്. ഞാൻ വസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ മിനിയാന്നൊരു സാരി മേടിച്ചു. അനുജനും മറ്റും എന്നെ കളിയാക്കി, കൊതുക് വലയ്ക്ക് പറ്റുമെന്ന്. മറ്റേ പുസ്തകം 7 മണിക്ക് കൊണ്ടുവരുമോ? വേണ്ട ബഷീറേ, അനുജൻ പറഞ്ഞു. ഞാൻ അവിടെ വന്ന് വാങ്ങിക്കോളാം. അനുജൻ ഒരു സെക്കൻഡ് പോലും വിട്ടുമാറുന്നില്ല. പുസ്തകം കിട്ടിയാൽ കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞു പോന്നു. 12:46. ദേവിക്ക് ഇന്നലെ എഴുതിയ കത്ത് ഒരു ഇളം ചുവപ്പ് കവറിലിട്ട് ടു മൈ ദേവി എന്നെഴുതി. ഒരു പുസ്തകത്തിൽ വെച്ച് 9 മണിക്ക് ഞാൻ പാലസിനടുത്ത് കാത്തുനിന്നു. ദേവിയും വേറൊരു കുട്ടിയും കൂടി വരുന്നു. ഞാൻ ചെന്നു. ദേവി മന്ദഹസിച്ചു. മറ്റേ പുസ്തകം കിട്ടിയെങ്കിൽ ഇന്ന് 7 മണിക്ക് കൊണ്ടുവരണം. ഞാനൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. 7 മണിക്ക് വരാം. ദേവിയും മറ്റും കോളേജിലേക്ക് പോയി. ഞാൻ വന്ന് ഇത്രയും എഴുതി. ദേവിയെ കാണുന്നതിനായി കോളേജിൻ്റെ മുൻവശത്തുള്ള ഹോട്ടലിൽ ഞാൻ ചെന്നു. 3:30 മണിക്ക്. 4:30 വരെ ഇരുന്നു. ഞാൻ പോന്നു. താമസ സ്ഥലത്ത് വന്നു. പാൽ തരുന്ന കറുത്തു പൊക്കം കുറഞ്ഞ വട്ടമുഖക്കാരി ബ്രാഹ്മണ യുവതിയെ കണ്ടു. അവൾക്ക് എന്തോ എന്നോടുള്ളത് പോലെ. ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു. അവൾ മന്ദസ്മിതത്തോടെ എന്നെ വളരെ നോക്കി. ഞാൻ അവളുടെ വലിയ മുലകളിൽ നോക്കിയില്ലെങ്കിൽ അവൾ എന്തു വിചാരിക്കും? അപ്പോഴും അവൾ മന്ദഹസിച്ചു. അവൾ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. വണ്ടിയിൽ ദേവി വിഷാദത്തോടെ എന്നെ നോക്കി പുഞ്ചിരി തൂവി. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ പുസ്തകം കൊണ്ടുവന്നേക്കാം. 6:30 മണിക്ക് ഞാൻ ചെന്നു. വരാന്തയിൽ സൗമിനിയെ കണ്ടു. ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സൗമിനി വിളിച്ചു ചോദിച്ചു, ദേവിയാണോ? കുളിക്കുന്നു. ഞാൻ പഠിക്കലിരുന്നു. ചിരിച്ചുകൊണ്ട് അനുജൻ വന്നു. ദേഷ്യമില്ല. ദേവി ഇന്നലെ വല്ലതും പറഞ്ഞു കാണും ഞാൻ വിചാരിച്ചു. അനുജൻ പറഞ്ഞു, ചേട്ടത്തി കുളിക്കുന്നു, ഇപ്പോൾ വരും. ഞാൻ ദാ വന്നു കഴിഞ്ഞു. അനുജൻ വെളിയിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് ദേവി വന്നു. ശുഭ്രവസ്ത്രധാരണിയായി, നെറ്റിയിൽ ഭസ്മം. ദേവി വന്ന് എൻ്റെ തൊട്ടടുത്ത് ഇടതുഭാഗത്ത് ഇരിക്കാൻ ഭാവിച്ചു. ഞാൻ പറഞ്ഞു, കുറേ ദൂരെ, എൻ്റെ കൈ എത്താതെ ഇരിക്കൂ. എന്താ, അവിടെ ഇരിക്കാൻ പാടില്ലേ? ഇരിക്കാം. പ്രതിജ്ഞ ലംഘിക്കുന്ന കാര്യത്തെപ്പറ്റി എന്താ എഴുതിയിരിക്കുന്നത്? ദേവിയുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. എൻ്റെ മനസ്സിന് വേദനയുണ്ടെങ്കിലും. ദേവി, നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകണം. ഒരു ശാന്തമായ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവി, ജോലിക്ക് പോകണമെന്നില്ല. എന്താ, എനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? എന്നാലും ഞാൻ ഇത്രയൊക്കെ പഠിച്ചില്ലേ? എന്നിട്ട്
പരീക്ഷ എന്ന് കഴിയും? വിഷുവിൻ്റെ തലേ ദിവസം. ദേവി കുറേ കഴിഞ്ഞ് പറഞ്ഞു. ഇരിക്കൂ, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നേക്കാം, ദേവി പറഞ്ഞു. ഞാൻ ആ ഒഴിഞ്ഞ കെട്ടിടത്തിലിരുന്നു. ദേവി വാതിൽ അടച്ചിട്ടാണ് പോയത്. കുറേ കഴിഞ്ഞ് സൗമിനി വാതിൽ പഴുതിലൂടെ നോക്കി. ആരാ അത്? ഞാൻ ചോദിച്ചു. ഞാനാ സൗമിനി. എവിടെ പോകുന്നു? ക്ഷേത്രത്തിൽ. എന്നാൽ ശ്രീകൃഷ്ണനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയുക. ഓ. സൗമിനി പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു ദേവി വന്നു. ഞാൻ ചുംബിക്കാൻ ഭാവിച്ചപ്പോൾ ഡോണ്ട് പ്ലീസ്, ഡോണ്ട്, അനുജൻ വന്നേക്കും. ഒരു പതിവുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ദേവി കണ്ണട മാറ്റും. അതിൻ്റെ അർത്ഥം എനിക്കറിയാം. ദേവി ദുഃഖിതയായി അവശയായി തൂണും ചാരിയിരുന്നു. ഞാൻ ചെന്ന് കണ്ണുകളിലും ചുണ്ടുകളിലും കഴുത്തിലും നെഞ്ചിൻ്റെ കൂട്ടിലും ചുംബിച്ചിട്ട് ഇറങ്ങി. ദേവി ആലസ്യത്തോടെ പറഞ്ഞു. നാളെ 7 മണിക്ക് വരൂ. 13:46. ദേവി ഒരു ചുവന്ന സാരി ധരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് 7 മണിയോടെ ഇറങ്ങുന്നത് കണ്ടു. ശരിക്കും ഞാൻ കണ്ടില്ല, എങ്കിലും ദേവിയാണെന്ന് എനിക്ക് മനസ്സിലായി. ദേവി എൻ്റെ പിറകെ റോഡിലൂടെ വന്നു. ഇന്ന് ഞാൻ ദേവിയെ 3 പ്രാവശ്യം കണ്ടു. 2 പ്രാവശ്യവും ദേവി എന്നെ കണ്ടില്ല. 9:30 മണിക്ക് ദൂരത്തുകൂടി പോകുന്നത് കണ്ടു, കോളേജിലേക്ക്. 6 മണിക്ക് വണ്ടിയിൽ മടങ്ങുന്നതും കണ്ടു. എങ്കിലും ദേവിയാണെന്ന് മനസ്സിലായി. അതേ വേഷം തന്നെ. ഞാൻ ഇടവഴിയിൽ കാത്തു നിന്നു. അപ്പോൾ ദേവിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നത് കണ്ടു. ഷർട്ടും മുണ്ടും തോർത്തും, മുടി കുറേശ്ശെ നരച്ചിട്ടുണ്ട്. അനുജൻ്റെ അത്ര കറുപ്പല്ല. ഞാൻ നേരെ നടന്നു. ദേവി വന്നു. എനിക്ക് കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ബഷീർ ശനിയാഴ്ച 7:30 മണിക്ക് വരണം. ഞാൻ ഒന്നുകിൽ ആ ഒഴിഞ്ഞ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഇവിടെ. ഇന്ന് ബുധനാഴ്ചയാണ്. വ്യാഴം, വെള്ളി, ശനി. മനസ്സിലായോ? ശനിയാഴ്ച 7:30 വരണം. വരുമോ? വരാം. പോകല്ലേ? അയ്യോ വേണ്ട, ചേട്ടൻ തിരിച്ചു വരും. ആരോ പറഞ്ഞു ബഷീർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെന്ന്. ദൈവം തമ്പുരാനെ, ഞാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റും അല്ല. പിന്നെ എങ്ങനെയാണത്? ആ, ദേവി പോകല്ലേ? ദേവി പടി കടന്നു. ശനിയാഴ്ച 7:30 മണിക്ക്. ഓൾ റൈറ്റ്. തിരികെ പോരുന്ന വഴിക്ക് സൗമിനിയെ കണ്ടു, മൂത്ത ചേട്ടനെയും. സലാം സൗമിനി എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. എനിക്കെന്തോ അബദ്ധം പിണഞ്ഞ ഒരു തോന്നൽ. ഏതായാലും അവിടെ പതിവായി പോകുന്നത് ശരിയല്ല. ആളുകൾ സംശയിക്കും. സൗമിനിക്കും അനുജനും വളരെ സംശയമുണ്ട്. ദേവിക്ക് ഇതുവരെ മറുപടി എഴുതിയില്ല. എല്ലാം വിശദമാക്കി ഒരു മറുപടി എഴുതണം. എന്തൊക്കെയാണ് ദേവിക്ക് എഴുതേണ്ടത്? നിലാവത്ത് റോഡിലൂടെ ഞാൻ നടന്നുകൊണ്ടിരുന്നു. മണി 8. അനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് കണ്ടു. മഹിളാ വിദ്യാലയത്തിലെ ഡ്രാമയ്ക്ക് ക്ഷണിച്ചു. അച്ഛന് തീരെ സുഖമില്ല. രാത്രി വല്ല ആവശ്യവും ഉണ്ടായേക്കും. ചേട്ടത്തേക്കും സുഖമില്ല. എന്ത് സുഖക്കേട്? രാത്രി മുഴുവനും കിടന്നു ചുമയാണ്. ചുമയോ? അതെ, ഞാൻ ആ വിവരം അറിഞ്ഞിരുന്നില്ല. രാത്രി മുഴുവനും ദേവി കിടന്ന് ചുമയ്ക്കുന്നു. സൗകര്യമുണ്ടെങ്കിൽ 8:30 വരാം. അനുജൻ പോയി. ഞാൻ ചുമ്മാ നടന്നു. ദേവിക്ക് ചുമ, അനാരോഗ്യം. എൻ്റെ ദേവി. ഞാൻ തിരിച്ച് നാടകത്തിന് പോയി. സാവിത്രിയെ കണ്ടു. സ്ത്രീകളുടെ ഇടയിൽ. സാവിത്രി മന്ദഹസിച്ചു, സംസാരിച്ചു. 15:46. ഇന്നലെ ദേവിയെ കണ്ടില്ല. ഇന്ന് ഞാൻ ദേവിക്ക് ഒരു കത്തെഴുതി. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതിനാൽ ദേവി വീട്ടിലുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എഴുത്തുമായി ഇറങ്ങി. റോഡിൽ വെച്ച് സാവിത്രിയെ കണ്ടു. KS-ൻ്റെ വീട്ടിൽ പോവുകയാണ്. ബഷീർ എനിക്ക് പുസ്തകം തരാമെന്ന് പറഞ്ഞത് എവിടെ? തങ്കം എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചു. ലെനിൻ നോൺ ലിറ്ററേച്ചർ. ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് തന്നു. തുറന്നു നോക്കിയപ്പോൾ ബഷീറിൻ്റെ പേര് കണ്ടു. ഞാൻ വിചാരിച്ചു ബഷീർ കൊടുത്തയച്ചായിരിക്കുമെന്ന്. ദേവി എന്തിന് ആ പുസ്തകം സാവിത്രിയുടെ പക്കൽ കൊടുത്തു? വരൂ സാവിത്രി, നമുക്ക് ദേവിയൊന്ന് കാണാം. ഓ, ഞാൻ പോകുന്നു. സാവിത്രിക്ക് ദേവിയെ കാണാൻ ഇഷ്ടമില്ല. എന്താണ് കാരണം? ഞാൻ ഇടവഴിയിൽ കയറി ദേവിയുടെ വീടിൻ്റെ മുൻവശത്ത് ചെന്നു. ആരെയും കണ്ടില്ല. ഞാൻ അനിയ എന്ന് വിളിച്ചു. മുകൾ തട്ടിലെ ജനാലയുടെ അടുക്കൽ ദേവിയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്തോ പന്തിയല്ലാതെ നോട്ടം. ഞാൻ പറഞ്ഞു അനുജനൊന്ന് കാണണം. ഉടനെ അനുജൻ എവിടെ നിന്നോ എണീറ്റ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, സരസ്വതി ദേവി എന്ന പെൺകുട്ടിയുണ്ടോ അവിടെ? ചേട്ടത്തി ഭയങ്കര ഉറക്കമായിരിക്കും. എന്നാൽ ലെനിൻ നോൺ ലിറ്ററേച്ചർ എന്ന പുസ്തകം അവിടെ എങ്ങനെ ഉണ്ടോ എന്ന് നോക്ക്. അനുജ പോയി. ഉടനെ ദേവി വെളിയിൽ വന്നു. എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പുറകിൽ നിന്ന് അമ്മ വിളിച്ചു. ദേവി ശ്രദ്ധിച്ചില്ല. ഞാൻ ചിരിച്ചു. ദേവിയും ചിരിച്ചു. മറ്റേ പുസ്തകം എവിടെ? നാളെ തരാമോ? കാലത്തെ ഏട്ടൻ പോകും. 9 മണിക്ക് ഞാൻ കോളേജിൽ പോകും. അതിനു മുമ്പ് തരാമോ? ഞാൻ എഴുത്തുമായാണ് വന്നതെന്ന് ദേവി ഊഹിച്ചു കാണും. നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു. അനുജനെയും വിളിച്ചു. ചായ കുടിച്ചു ഇങ്ങ് പോന്നു. എഴുത്ത് ഇന്ന് കൊടുക്കാൻ ഒക്കുമോ? ഇല്ലെങ്കിൽ നാളെ നേരത്തെ എണീക്കണം.